മറയൂർ വാഗുവരയിലെ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചലോക വിഗ്രഹം കവർന്ന കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും പൂപ്പാറയിൽ നിന്നുമായിട്ടാണ് തമിഴ്നാട് സ്വദേശികളായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മോഷ്ടിച്ചു കടത്തിയ പഞ്ചലോഹ വിഗ്രഹവും പോലീസ് കണ്ടെടുത്തു. മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വാഗുവരി എസ്റ്റേറ്റിലേക്കുള്ള കാളിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 6-നായിരുന്നു 21 കിലോയോളം തൂക്കം വരുന്ന പഞ്ചലോഹ വിഗ്രഹം പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത്. സംഭവശേഷം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് ആണ്ടിപ്പെട്ടി സ്വദേശി ശെൽവം, ഉത്തമപാളയം സ്വദേശി കുമരേശൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും മോഷ്ടിച്ച പഞ്ചലോഹ വിഗ്രഹവും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഗോര എസ്റ്റേറ്റ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാളിയമ്മൻ ക്ഷേത്രത്തിലെ പുരാതനമായ പഞ്ചലോക വിഗ്രഹം മോഷണം പോയെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പുതിയൊരു സ്ക്വാഡ് ഫോം ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി സെൽവൻ ആണ്ടിപ്പെട്ടി സ്വദേശിയാണ്. അയാൾക്ക് തമിഴ്നാട് കേരളത്തിലുമായിട്ട് ഏകദേശം 30ഓളം കേസുണ്ട്. 2-ാം പ്രതി കുമരേശൻ അങ്ങനെ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രോപ്പർട്ടി പഞ്ചലോഹ വിഗ്രഹം അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. മോഷ്ടിച്ച പഞ്ചലോഹ വിഗ്രഹത്തിന് ലക്ഷങ്ങൾ വിലമതിക്കുമെന്നതിനാൽ വിഗ്രഹം ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിൽപ്പനയ്ക്കായി വിഗ്രഹം 2-ാം പ്രതി 1-ാം പ്രതിയിൽ നിന്ന് കൈപ്പറ്റിയതായും പോലീസ് പറയുന്നു. മോഷണശേഷം അന്വേഷണം ആരംഭിച്ച പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. 40ഓളം ആളുകളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയും ചെയ്തു. പ്രതികളെപ്പറ്റി സൂചന ലഭിച്ച പോലീസ് തമിഴ്നാട്ടിലെത്തി പ്രതികൾക്കായി തിരച്ചിൽ നടത്തവേ പ്രതികളിൽ ഒരാൾ പൂപ്പാറ ഭാഗത്തുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പോലീസ് പൂപ്പാറയിലെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാൾ പിടിയിലായി. ഇയാളുമായി തമിഴ്നാട്ടിലെത്തിയ പോലീസ് 2-ാമത്തെ പ്രതിയെയും പിടികൂടുകയായിരുന്നു. പിടിയിലായ 1-ാം പ്രതിക്ക് തമിഴ്നാട്ടിൽ 30ഓളം കേസുകളുള്ളതായും പോലീസ് പറയുന്നു. സിറ്റി വിഷൻ, മറയൂർ.